+2 അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. +1 തലത്തിൽ നിങ്ങൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺസിൻ്റെ ഏകാംഗ വ്യാപാര സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് വർക്ക് എങ്ങനെ ചെയ്യാം എന്നായിരുന്നു പഠിച്ചത്. 12ാം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ആദ്യ ചാപ്റ്ററിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ടിംഗ് വർക്ക് എങ്ങനെ ചെയ്യാം എന്നും നിങ്ങൾ ഫെമിലറൈസ് ചെയ്തു. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ സ്വാഭാവികമായി തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ശേഷം കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ പഠിച്ച ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ അക്കൗണ്ടിംഗ് വർക്ക് എങ്ങനെ ചെയ്യാനാവും എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ആദ്യത്തെ ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങുന്നത്. പാർട്ട്ണർഷിപ്പ് കൺസേൺസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടതാണ്. പക്ഷെ അവിടെ തിയറി മാത്രമേ കണ്ടുള്ളൂ. അവരുടെ അക്കൗണ്ടിംഗ് വർക്ക് എങ്ങനെ ചെയ്യാനാവും എന്ന് നമ്മൾ ഈ വർഷമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Chapter 2 Accounting for Partnership Basic Concepts. ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നല്ലൊരു പരിധിവരെ കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ടോപ്പിക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാനാവും. സ്വാഭാവികമായി തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളാണ് താനും. പാർട്ട്ണർഷിപ്പ് ഡെഫിനിഷൻ. ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അത് നോക്കൂ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനാവും രണ്ട് വ്യക്തികൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ പരിമിതികൾ മറികടക്കാൻ മറ്റ് ആളുകളുടെ സഹായം കൂടി തേടുകയാണ്. ഇവിടെ രണ്ടാളാണുള്ളത്. മിനിമം രണ്ടാളുണ്ടെങ്കിലേ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സോ അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, partnership can be defined as the relationship between persons who have agreed to share the profits of a business carried on by all or any of them acting for all. ഇതിൻ്റെ വേർഡ് ബൈ മലയാളം മീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണല്ലോ. പാർട്ട്ണർഷിപ്പ് ഈസ് നത്തിങ് ബട്ട് എ റിലേഷൻഷിപ്പ് അല്ലേ? രണ്ടിലെന്തുണ്ട്? ഷിപ്പുണ്ട്. ഓക്കെ, ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. അവരുടെ എഗ്രിമെൻ്റ് എങ്ങനെയുള്ളതാണ്? അവർ കരാറിലേർപ്പെടുന്നു. ഒരു എഗ്രിമെൻ്റ് അവരുടെ ഇടയിലുണ്ട്. അവർ ലാഭം പങ്കുവയ്ക്കാനാണ് കരാറിലേർപ്പെടുന്നത്. സോ ലാഭം, അതിനൊപ്പം തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ലാഭവും നഷ്ടവും. ലാഭം ഉണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ ഒരു ഷാഡോ ആയിട്ട് ആരും ഉണ്ടാവും, നഷ്ടസാധ്യതകളും ഉണ്ടാവും. സോ ലാഭത്തിന് പുറകിൽ നമുക്കിവിടെ വിസിബിൾ അല്ലെങ്കിലും അതിന് പുറകിൽ നഷ്ടസാധ്യതകളും ഉണ്ടെന്ന് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ആയ നിങ്ങൾക്കറിയാം. സോ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ, ഒന്നുകിലല്ല ഇവർ രണ്ടുപേരും ചേർന്ന്, അല്ലെങ്കിൽ എത്ര പാർട്ട്ണറുണ്ടോ അവരെല്ലാവരും കൂടി ചേർന്ന്, ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4 ആൾക്കാർ, ചിലപ്പോൾ 3 ആൾക്കാർ, ചിലപ്പോൾ അതിലും കുറവ് ആളുകൾ. അപ്പം അങ്ങനെ ഒന്നുകിൽ 5 ആളുകൾ. അപ്പോൾ അതൊക്കെ അവരുടെ എഗ്രിമെൻ്റ് അനുസരിച്ച്. ഇതാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ച് പാർട്ട്ണർഷിപ്പിന് നമുക്ക് കൊടുക്കാവുന്ന ഡെഫിനിഷൻ. Now let us see the features of partnership very quickly. പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകൾ: 2 or more persons. പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര ആൾ വേണം? 2 ആളുകൾ വേണം മിനിമം. So minimum number of persons required for forming a partnership is 2, and maximum number can be 10 in case of banking business and 24 other business. ഇതാണ് ഇതിൻ്റെ ഒരു പണ്ട് മുതലേ പറയുന്ന ഒരു നമ്പേഴ്സ്. ബട്ട് നൗ there is a change in the maximum number of persons. മിനിമം നമ്പർ ഒരിക്കലും നമുക്ക് അങ്ങനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. LLP തുടങ്ങിയ കാര്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എങ്കിലും മിനിമം നമ്പർ 2 ഉണ്ടായിരിക്കണം.
maximum 20 is extended to 100 by Companies Act 2013. 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് ഈ 20 എന്നുള്ള നമ്പർ എത്രയിലേക്ക്, ഈ 20 എന്നുള്ളത് 100ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, വലുതാക്കിയിട്ടുണ്ട്. സോ ഇനി മുതൽ ഈ 20ക്ക് റെലവൻസ് ഇല്ല, ഇനി ഉള്ളത് 100 ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഫീച്ചർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇറ്റ് ഈസ് ദി എഗ്രിമെന്റ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദി എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് അതിൻ്റെ എന്താ പറയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെന്റ്. Without this agreement, there will be no partnership. So പാർട്ട്ണർഷിപ്പിൻ്റെ ബാക്ക് ബോൺ, പാർട്ട്ണർഷിപ്പിൻ്റെ ലൈഫ് ബ്ലഡ്, ഓർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ ലോകത്തിലെ ഏത് വാക്കുകൾ ഇതിന് പകരം വയ്ക്കാനുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദി വൈറ്റൽ പാർട്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ദി എഗ്രിമെന്റ്. It can be either written or oral regarding the sharing of profit, capital, investment, etc. എഗ്രിമെന്റ് എങ്ങനെ എന്താ ഒന്നുകിൽ റിട്ടൺ ആവാം അല്ലെങ്കിൽ ഓറൽ ആവാം, എഴുതപ്പെട്ടതോ വാക്കാലുള്ളതോ ആവാം. ബട്ട് പ്രിഫറബിളി ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഭാവിയിലുള്ള പിന്നെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ അത് റൈറ്റിങ്ങിലുള്ളതാണ് നല്ലത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ എക്സെട്ര എന്നുണ്ട്, ഈ പറയുന്ന എന്ത് വേണമെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് അതിൻ്റെ കണ്ടന്റ് നമുക്ക് പറയാനാവും. ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കരാറാണ്. നൗ ബിസിനസ്. പാർട്ട്ണർഷിപ്പ് ഈസ് ഫോർ റണ്ണിങ് എ ബിസിനസ് യൂണിറ്റ്. അതിനൊപ്പം നമ്മൾ ലീഗലായിട്ടുള്ളൊരു ബിസിനസ് യൂണിറ്റ്. ദ എഗ്രിമെന്റ് ഷുഡ് ബി ഫോർ ക്യാരിങ് ഓൺ എ ബിസിനസ്. ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. വേറസ് ജോയിന്റ് ഓണർഷിപ്പ് ഓഫ് സം പ്രോപ്പർട്ടി ഡസൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ട്ണർഷിപ്പ്. രണ്ടാൾക്കാർ ചേർന്ന് ഒരു ലാൻഡ് വാങ്ങി, നമ്മൾ പറയുമ്പോൾ ഒരു ലേമാൻ പറയുമ്പോൾ ചിലപ്പോൾ എന്ത് പറയും, ഞങ്ങൾ പാർട്ട്ണർഷിപ്പാണ്, ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്നൊരു ലാൻഡ് വാങ്ങി എന്നത് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ജോയിന്റ് ഓണർഷിപ്പ് ഡസൻറ്റ് ഫോം എ പാർട്ട്ണർഷിപ്പ് എന്നാണ്. അതുകൊണ്ട് കാര്യമില്ല. അവരൊരു ലീഗൽ ബിസിനസ്, അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെടുന്നവരാണ്. ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു ലാൻഡ് വാങ്ങുന്നു, അത് വിൽപ്പനയ്ക്കുള്ളതാണ്. അവർ വിറ്റ് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം, അതിനുള്ളതാണെങ്കിൽ അതിന് പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാം. അല്ലാതെ ഒരു ജോയിന്റ് ഓണർഷിപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സാധാരണക്കാരൻ എപ്പോഴും വരുത്തുന്ന തെറ്റ് ആണ്. ജോയിന്റ് ഓണർഷിപ്പിനെ അവർ പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കും. പക്ഷെ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു ടേം അല്ല പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കണം നിർബന്ധമായി. ഓക്കെ, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, അനദർ എലിമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അടുത്തൊരു ഫീച്ചർ കൂടി. Profit or loss must be shared among the partners either equally or on the agreed ratio. പാർട്ട്ണർഷിപ്പിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത ലാഭം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എഗ്രിമെന്റ് അതിനുള്ളതാണ്, ലാഭം പങ്കുവെക്കാൻ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നഷ്ടമാണുള്ളതെങ്കിൽ നഷ്ടം പങ്കുവെക്കാനുള്ളതാണ്. അത് ഒന്നുകിൽ ഈക്വൽ ആവാം, അതല്ലെങ്കിൽ മറ്റെന്ത് റേഷ്യോയിൽ വേണമെങ്കിലാവാം. ആ റേഷ്യോ അവർക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും പാർട്ട്നേഴ്സിന്. Now, business is carried on by all or any of them acting for all. പാർട്ട്ണർഷിപ്പ് ഒന്നുകിൽ എല്ലാവരും ചേർന്ന്, നമുക്ക് 3 ആളുകൾ, ഒന്നുകിൽ എല്ലാവരും ചേർന്ന്, അല്ലെങ്കിൽ അതിലൊരു 2-3 ആൾക്കാർ അക്കോർഡിംഗ് ടു ദ ഡിസിഷൻ ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. 2-3 ആളുകൾ, 4-5 ആളുകൾ അവർ തീരുമാനിക്കുന്ന പോലെ. ചിലപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ ആവാൻ ചിലപ്പോൾ റൺ ചെയ്യുന്നു. അത് അവർ തമ്മിലുള്ള അഗ്രിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദി ബിസിനസ് ക്യാൻ ബി കണ്ടക്ടഡ് either by all the partners or any of them can act as agents for other partners. There exists a principal agent relationship among partners എന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരേ സമയം തന്നെ എ പാർട്ട്ണർ ഈസ് കൺസിഡർഡ് ആസ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ രണ്ടും സ്റ്റാറ്റസും അയാൾക്കുണ്ട്. അതായത് നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ഉത്തരവാദിയാക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഏജന്റാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികളാൽ നമ്മൾക്ക് ഉത്തരവാദിത്തം വരുന്നുവെങ്കിൽ നമ്മൾ പ്രിൻസിപ്പലുമാണ്. സോ ദർ എക്സിസ്റ്റ് എ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എമംഗ് പാർട്ട്നേഴ്സ്. എ പാർട്ട്ണർ ഈസ് ദി പ്രിൻസിപ്പൽ ആൻഡ് an agent at the same time. Unlimited liability മറ്റൊരു കീ ഫീച്ചറാണ്. അവരുടെ ബാധ്യത അപരിമിതമാണ്.
പരിമിതികളില്ലാത്തതാണ്. ദി ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ് and they are jointly and severally liable for the debts of the firm. Joint and several liability of partners. ഇപ്പോഴും ആളുകളുടെ ഒരു പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. അവർ പ്രത്യേകമായി അവർ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫീച്ചറാണിത്. അൺലിമിറ്റഡ് ലയബിലിറ്റി, ജോയിന്റ് ലയബിലിറ്റി അവർക്കുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ ലയബിലിറ്റി ഉണ്ട്. മറ്റ് പാർട്ട്നേഴ്സിന് ഒരു 3 പാർട്ട്നേഴ്സ് ഉണ്ട്. 2 പാർട്ട്നേഴ്സ് വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഒരാൾ വളരെ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്ഥാപനത്തിന് വലിയ തോതിൽ ഡെറ്റ്സ് വന്നു, കടം വന്നു, തലയിലെടുത്ത് വെച്ച് പോകുന്ന ഒരാൾ, അയാൾ പിന്നെ ആ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടാണ്. മറ്റ് 2 പേർക്കും ഫിനാൻഷ്യൽ ബേർഡൻ താങ്ങാനുള്ള സാധ്യതയില്ല, അവർക്ക് അതിനുള്ള പിന്നെ കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ സിംഗിൾ പേഴ്സൺ തലയിലെടുത്തുകൊണ്ട് വെച്ച് പോകണം. ഈ ഡെറ്റ് മുഴുവൻ, കടം മുഴുവൻ അയാൾ താങ്ങണം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ജോയിൻ്റ് ആണ്, പക്ഷെ ജോയിൻ്റ്ലി ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ, കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ആ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഏത് പാർട്ട്ണറാണുള്ളത് ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബിക്കം ലയബിൾ. ഓക്കെ, അയാൾക്ക് വേണമെങ്കിൽ അതിന് ശേഷം കേസൊക്കെ കൊടുക്കാം. ബട്ട് കടക്കാർ വന്നിട്ട് ഈ കൂട്ടത്തിൽ പിന്നെ ആരാണോ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ളത് അയാൾ അടുത്തുനിന്ന് ഈടാക്കാൻ കടക്കാർക്ക്, ക്രെഡിറ്റേഴ്സിന് സാധിക്കും. നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, ഇതിൻ്റെ ഒരു ഫീച്ചറുമാണ്. ഒരു ഡിഫക്റ്റായിട്ടും അൺലിമിറ്റഡ് ലയബിലിറ്റിക്ക് ഒരു ഡിഫക്റ്റായിട്ട് പറയുന്ന പോലെ തന്നെ മറ്റൊരു ലിമിറ്റേഷൻ, പരിമിതി കൂടിയാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. എന്താ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് പറഞ്ഞാൽ? കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ട വേർഡാണല്ലോ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതായത് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വേറിട്ടാണ്, പക്ഷെ നിയമത്തിൻ്റെ കണ്ണിൽ ഇവിടെ ബിസിനസ്സും ബിസിനസ്മാനും ഒന്നാണ്. ബിസിനസ് സ്വന്തമായ ഒരു നിലനിൽപ്പോ ഐഡന്റിറ്റിയോ ഒന്നുമില്ല. അക്കൗണ്ടന്റ് എപ്പോഴും ചിന്തിക്കുന്നത് ബിസിനസ് വേറെയാണെന്ന് ഒക്കെ ശരിയാണ്, അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ business concern has no separate legal existence. It cannot own property or enter into contract in its own name. സ്വന്തം പേരിൽ സ്ഥലം, മറ്റസെറ്റ് വാങ്ങുവാനോ കരാറിൽ ഏർപ്പെടാനോ ഒന്നും സ്ഥാപനത്തിന് സാധിക്കുകയില്ല. കാരണം ഓണേഴ്സുമായിട്ട് അത്രയും റിലേറ്റഡ് ആണ്. ഓണേഴ്സിനുള്ളത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. സോ ബിസിനസ്സിന് നിയമത്തിൻ്റെ കണ്ണിൽ വേറിട്ട ഒരു നിലനിൽപ്പില്ല. അതിൻ്റെ നിലനിൽപ്പ് ആരുടെ നിലനിൽപ്പായിട്ട് കൂടിക്കുഴഞ്ഞ് കിടക്കുന്നു? പാർട്ട്നേഴ്സിൻ്റെ നിലനിൽപ്പായിട്ട്. അപ്പം ബിസിനസ്സിന് വേറിട്ടൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. പിന്നെ ബിസിനസ്സിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഓണേഴ്സിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്നുള്ള പോയിന്റ് ഓർക്കുക. പക്ഷേ അക്കൗണ്ടന്റ് അങ്ങനെയല്ല കരുതേണ്ടത്. അക്കൗണ്ടന്റ് ലീഗൽ സൈഡൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ബുക്ക് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അയാൾ ബിസിനസ് വേറെ, ബിസിനസ്മാൻ വേറെ എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. റിട്ടയർമെന്റ്, അഡ്മിഷൻ, ഡെത്ത്, ഇൻസോൾവൻസി എക്സെട്ര ലീഡ് ടു ചേഞ്ച് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോം. ബിസിനസിന്റെ പിന്നെ ഫങ്ഷനിങ്ങിൽ മാറ്റങ്ങൾ വരുത്താനോ ബിസിനസ് തന്നെ അവസാനിക്കാനോ ഈ പറയുന്നതൊക്കെ കാരണമാവും. വ്യക്തിയുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വ്യക്തിയുടെ പ്രശ്നങ്ങൾ ബിസിനസ്സിനെയും ബാധിക്കും എന്ന് ചുരുക്കം. വ്യക്തി റിട്ടയർ ചെയ്യുന്നത്, സ്ഥാപനത്തിൽ അവസാനിപ്പിച്ച് പോകുന്നത്, അഡ്മിഷൻ, ഒരു പുതിയ പാർട്ട്ണർ വരുന്നത്, ഒരു പാർട്ട്ണറുടെ മരണം, പാർട്ട്നേഴ്സ് ഇൻസോൾവൻ്റ് പാപ്പരായി പോകുന്നത്, ഇതെല്ലാം ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ബിസിനസ്സിന് നിയമത്തിൻ്റെ കണ്ണിൽ വേറിട്ട ഒരു നിലനിൽപ്പില്ല എന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് നോക്കൂ, എല്ലാവരും കൈകോർത്ത് നിൽക്കുന്നത്. ഇത് അവർ തമ്മിൽ പുലർത്തേണ്ട വിശ്വാസത്തെ കാണിക്കുന്നു. അവർ പരസ്പരം പൂർണ്ണമായ വിശ്വാസത്തോട്, ഉത്തമ വിശ്വാസം എന്നാണ് ഇതിനർത്ഥം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഉത്തമ വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കണം. സീക്രട്ട് പ്രോഫിറ്റ്സ് ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണർ പിന്നെ ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ റിവോർഡും സമ്മതത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരുടെ കളക്റ്റീവായിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ് ഉള്ളത്. നിയമവും അതാണ് വിഭാവനം ചെയ്യുന്നത്. ഓൾ ദി പാർട്ട്നേഴ്സ് ഷുഡ് ഡിസ്ക്ലോസ് all material facts and present true account to one another. അവർ പരസ്പരം ഹൈഡ് ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും, സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം. നോ വൺ ഷുഡ് മേക്ക് എ സീക്രട്ട് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ നിന്ന്
രഹസ്യ ലാഭം ഒരു വ്യക്തിയും ഉണ്ടാക്കാൻ പാടില്ല. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന പലിശ കൈമാറുകയല്ല, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻട്രസ്റ്റ്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിൽ നിയന്ത്രണമുണ്ട്, റെസ്ട്രിക്ഷൻ ഉണ്ട്. എ പാർട്ട്ണർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ട്രാൻസ്ഫർ ഹിസ് ഇൻട്രസ്റ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ടു എൻ ഔട്ട്സൈഡർ വിതൗട്ട് ദി കൺസെന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർക്ക് ഒരു കാരണവശാലും അയാളുടെ ഉടമസ്ഥാവകാശം പുറമേയുള്ള മറ്റൊരു വ്യക്തിക്ക് കൈമാറാനാവില്ല. കൈമാറാം, പക്ഷെ മറ്റു പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് വേണം, സമ്മതം വേണം. അങ്ങനെ കൺസെന്റ് കിട്ടാത്തിടത്തോളം സ്വന്തം ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യൽ അസാധ്യമാണ് നിയമത്തിന്റെ കണ്ണിൽ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുന്നു. പാർട്ട്ണർഷിപ്പ് ഡീഡ്. നിങ്ങൾക്ക് ഇത് കാണാനാവില്ല, എഴുതപ്പെട്ട ഒരു രേഖയാണിത്. രജിസ്റ്റർ ചെയ്യേണ്ട പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇറ്റ്സ് കോൾഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടതാണിത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കൂ. പാർട്ട്ണർഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എൻ അഗ്രിമെന്റ് വിച്ച് മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. It is always better to have the agreement in writing to avoid any dispute. പരസ്പരം അറൈസ് ചെയ്തേക്കാവുന്ന തർക്കങ്ങൾ, ഭാവിയിൽ അറൈസ് ചെയ്തേക്കാവുന്ന കൺഫ്യൂഷൻസ്, ഇതെല്ലാം ഒഴിവാക്കാൻ ഇറ്റ് ഈസ് ഓൾവേസ് ഡിസയറബിൾ ടു ഹാവ് an agreement in writing. എഴുതപ്പെട്ട ഒരു കരാർ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ നിയമം നമ്മളെ എന്തിന് അനുവദിക്കുന്നുണ്ട്? ഓറലായിട്ടുള്ള എഗ്രിമെൻ്റായിട്ട് ബിസിനസ് മുന്നോട്ട് പോകുന്നതിന് നിയമം തടസ്സം നിൽക്കുന്നില്ല. ബട്ട് എല്ലാ പാർട്ട്നേഴ്സിനും നല്ലത് ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടാവുന്നതാണ്. ദ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് എമംഗ് ദി പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇതിനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് നത്തിങ് ബട്ട് എ ഡോക്യുമെന്റ്. നേരത്തെ നമ്മൾ കാണിച്ചില്ലൊരു ഇമേജ് കാണിച്ചില്ലേ, ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി എഗ്രിമെന്റ്. കരാറാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഇൻ റൈറ്റിംഗ്, എഴുതപ്പെട്ട കരാർ. എമംഗ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള എഴുതപ്പെട്ട കരാർ. അതിനാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ലെറ്റ് us see the contents of partnership deed. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാം. നെയിം ഓഫ് ദി ഫേം, സ്ഥാപനത്തിൻ്റെ പേര്. ഇവിടെ നമുക്ക് ABC അസോസിയേറ്റ്സ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും, എല്ലാ പാർട്ട്ണറുടെ പേരും അഡ്രസ്സും വേണം. നാച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ സ്വഭാവവും എവിടെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഓഫീസ് എവിടെ സിറ്റുവേറ്റ് ചെയ്തു എന്നത് പ്രത്യേകമായി കാണിക്കണം. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എന്ന് കമൻസ് ചെയ്തു, കമൻസ് ചെയ്യാൻ മീൻസ് എന്ന് തുടങ്ങി എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇനി അതൊരു എത്ര കാലത്തേക്കുള്ളതാണ് എന്നതുമായി ബന്ധപ്പെട്ട്, അതല്ല ഇനി കാലം ഫിക്സ് ചെയ്യാത്തതാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. ഇപ്പോൾ നമുക്ക് അതൊന്നും അത്ര റെലവൻ്റ് അല്ല, അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്ണറും എത്ര രൂപയാണ് ക്യാപിറ്റലായിട്ട് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ വിശദ വിവരങ്ങൾ. ദി എമൗണ്ട് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണർക്കും വിഡ്രോ ചെയ്യാൻ, പിൻവലിക്കാൻ അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട്. ഇവിടെ 20,000 എന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നു. 50,000 ആവാം. അവർക്ക് തീരുമാനിക്കാം. അതിലൊന്നും നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് പാർട്ട്നേഴ്സാണ്. അവർക്ക് മ്യൂച്വൽ അഗ്രിമെൻ്റ് അനുസരിച്ച് അവർക്ക് ഡിസൈഡ് ചെയ്യാം. റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ? എല്ലാ പാർട്ട്നേഴ്സും ഒപ്പിട്ട പിന്നെ ചെക്ക് വേണോ, അതല്ല അതിന് ഒരാളെ നമുക്ക് എന്ത് ചെയ്യുക, ഓതറൈസ് ചെയ്യണം. ഒരു പാർട്ട്ണർക്ക് അല്ലെങ്കിൽ 2 പാർട്ട്ണറുടെ ഒപ്പുണ്ടെങ്കിൽ പിന്നെ വിഡ്രോവൽ നടത്താം. ബാങ്ക് അക്കൗണ്ട് ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാധനം ഇവിടെ ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആയിട്ടായിരിക്കും പ്രോഫിറ്റും ലോസും ഡിവൈഡ് ചെയ്യുക. അതല്ല അവർക്ക് വേണമെങ്കിൽ ഒരു അഗ്രീഡ് റേഷ്യോ ഉണ്ടാക്കാം. ഒന്നുകിൽ 3 ആളുകളാണെങ്കിൽ 1:1:1, അതാണ് പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം. അതല്ലെങ്കിൽ അവർക്ക് 2:2:1, 3:2:1, ഇങ്ങനെ അവർക്ക് ഡിസൈഡ് ചെയ്യാം ഏത് റേഷ്യോ വേണമെന്ന്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്, അവർ നിക്ഷേപിച്ച മൂലധനത്തിൻ്റെ മുകളിൽ പലിശ കൊടുക്കണോ, ലാഭത്തിന് പുറമെ പലിശ നൽകേണ്ടതുണ്ടോ? അതേപോലെ അവർ പിൻവലിക്കുന്ന തുക, നമ്മൾ നേരത്തെ കണ്ടല്ലോ 20,000 രൂപ, ആ ഒരു കേസ് ഒരു എക്സാമ്പിൾ. അങ്ങനെ 20,000 എന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, എത്രയെന്ന് അവർക്ക് തീരുമാനിക്കാം. അങ്ങനെ പിൻവലിക്കുന്ന തുകയുടെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങൾ. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം, സ്ഥാപനത്തിന് പിന്നെ പാർട്ട്ണർ തന്നിട്ടുള്ള ലോണ്, പാർട്ട്ണറുടെ അടുത്ത് നിന്ന്
സ്ഥാപനം സ്വീകരിച്ച ലോൺ, അയാളുടെ അടുത്ത് നിന്ന് എന്ത് സ്വീകരിച്ചിട്ടുണ്ട്? ആദ്യം മൂലധനം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ സ്ഥാപനം ആദ്യം പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമെങ്കിൽ അവിടെ നിന്നാണ് വാങ്ങുക സാധാരണ നിരക്കി. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ ലോൺ തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ അർഹതയുണ്ട്. അപ്പോൾ എത്ര ഇൻട്രസ്റ്റ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടത്? സാലറി, കമ്മീഷൻ എക്സെട്ര ഇഫ് പേബിൾ ടു എനി പാർട്ട്നർ. ചില പാർട്ട്നേഴ്സ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുന്ന ആക്റ്റീവായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ സാലറി കൊടുക്കേണ്ടി വരും. എത്ര സാലറി കൊടുക്കണം ആക്റ്റീവായിട്ടുള്ള പാർട്ട്നേഴ്സിന്? എത്ര കമ്മീഷൻ കൊടുക്കണം? ചിലപ്പോൾ അവർ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്ത് കൊണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എത്രയാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ വ്യവസ്ഥ ചെയ്യണം. വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് അമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഏത് രീതിയിലാണ് ജോലി വിഭജനം നടത്തേണ്ടത്? ഒരു പാർട്ട്ണർ പർച്ചേസ് മാനേജർ ആവുന്നു, അത് പ്രൊഡക്ഷൻ മാനേജർ ആവുന്നു, വേറൊരാൾ സെയിൽസ് മാനേജർ ആവുന്നു. അങ്ങനെ ഏത് രീതിയിലാണ് ജോലി വിഭജനം, ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കേണ്ടത്? അസർടൈൻമെന്റ് ഓഫ് ഗുഡ് വിൽ ഏത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം? ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ സൽപ്പേര് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ലാന്ന് തോന്നും. ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ ഏത് വിധത്തിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് സ്വീകരിക്കണം, ഏതൊക്കെ സിറ്റുവേഷൻ നമുക്ക് ഓൺ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഈ സമയത്തൊക്കെ ഏത് രീതിയിൽ വേണം ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ? കാരണം സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സിൻ്റെ കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൽപ്പേരുണ്ടാവുന്നത്. ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ അത് ഒരു ഷെയർ തരാൻ പുതിയ പാർട്ട്ണർ ബാധ്യസ്ഥനാണ്. ഒരാൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അയാളുടെയും കൂടി എഫേർട്ട് കൊണ്ടാണല്ലോ ഗുഡ് വിൽ ഉണ്ടാക്കിയത്, കിട്ടാൻ അയാൾക്ക് അർഹതയുണ്ട്. ഒരു പാർട്ട്ണർ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഷെയർ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനും മക്കൾക്കൊക്കെ കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ തീരുമാനിക്കണം. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ദി ഈവന്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് അയാളുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടത്? പിന്നെ മുഴുവനായിട്ട് ഒരു ലംസം എമൗണ്ട് കൊടുത്ത് തീർക്കണോ, അതല്ല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണോ കൊടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ദെൻ ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോവുകയല്ല, സ്ഥാപനം പ്രവർത്തനങ്ങൾ തന്നെ അവസാനിക്കും. ക്ലോസ്ഡ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം ഷട്ടർ താഴ്ത്തി കണ്ടില്ല, ക്ലോസ്ഡ്. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിന് പിന്നെ ഏത് രീതിയിലാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്, ആദ്യം ആർക്കാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ തന്നെ ഉണ്ട്, ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്കിലും അതുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അവരുടെ തീരുമാനങ്ങളാണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവുക. പ്രൊവിഷൻ റിലേറ്റിംഗ് ടു മെയിൻ്റനൻസ് ആൻഡ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് ബുക്കുകൾ ഏത് രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് ഏത് രീതിയിലാണ് ഓഡിറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കണം. പ്രൊവിഷൻസ് ഫോർ ആർബിട്രേഷൻ ഇൻ ദി ഈവന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ റഫറിയൊക്കെ ഇടയിൽ ആർബിട്രേറ്ററാണിത്. ഇയാളാണ് എന്ത് ചെയ്യുക, ഇവര് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, റീകൺസൈൽ ചെയ്യുക അവരെ. പിന്നെ അല്ലെങ്കിൽ ആർബിട്രേഷൻ നടത്തുന്ന ആളാണ് ഇയാൾ. അതാരാണ് നടത്തേണ്ടത്? ഒരു പാർട്ട്ണർ ആവണമെന്നില്ല എപ്പോഴും, ഒരു ഔട്ട്സൈഡർ ആവാം, അയാൾ ഒരു ജഡ്ജ് ആവാം. അപ്പോൾ ആരാണ് ഈ ആർബിട്രേറ്ററായിട്ട് പിന്നെ ഫങ്ഷൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. പ്രൊവിഷൻ റിഗാർഡിംഗ് ബോറോയിങ് ഓഫ് ദി ഫേം. സ്ഥാപനം കടമെടുപ്പുമായി ബന്ധപ്പെട്ട് എത്ര രൂപ കടമെടുക്കാം, എവിടെ നിന്നാണ് ആദ്യം കടമെടുക്കേണ്ടത്, എത്ര എമൗണ്ട് വരെ, നേരത്തെ പറഞ്ഞിട്ട് എത്ര രൂപ കടമെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് എത്ര വരെ, അങ്ങനെ അവർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. അവകാശങ്ങൾ, ചുമതലകൾ, ബാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. തൽക്കാലം 20 അല്ല, ഇതിനപ്പുറത്തേക്കുണ്ട്. തൽക്കാലം നമ്മൾ 20 നിർത്തുന്നു. പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടന്റ്. ഇനി ഈ ചാപ്റ്ററിൽ തിയറി പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ ഇഫ് ദ ഡീഡ് ഇസ് സൈലന്റ് ഓൺ എനി മാറ്റർ. ചില സാഹചര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓറലായിട്ടാണല്ലോ ഉണ്ടാവുക, അതായത് ഡീഡില്ല, റിട്ടേൺ ആയിട്ടുള്ള ഡീഡില്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷെ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. വിട്ടുപോയത് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കിയാൽ കാണില്ല. അത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളങ്ങനെ ഇട്ടുതപ്പേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, പാർട്ട്ണർഷിപ്പ് ആക്ടിൽ കൃത്യമായി ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓപ്ഷനും തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ സ്വന്തം നിലയ്ക്ക്
തീരുമാനങ്ങൾ എടുക്കാം. അത് എഗ്രിമെന്റിൽ കാണിക്കാം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കാം എന്ന് ഡീഡിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഡീഡിൽ അതിനെപ്പറ്റി സൈലൻ്റ് ആണ്, അതിനെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നതാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് ഇപ്പോൾ തരുന്നത്. ഇൻ ദി അബ്സെൻസ് ഓഫ് ഡീഡ്, പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെ നടത്തണം എന്ന് നമ്മുടെ റിട്ടേൺ എഗ്രിമെൻറ്റിൽ ഇല്ല. ദെൻ വാട്ട് ഈസ് ടു ബി ഡൺ? എന്താ ചെയ്യുക? ഏത് വിധത്തിലാണ് പ്രോഫിറ്റ് ഡിവൈഡിങ് നടത്തുക? ദി പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ഈക്വലി എമംഗ് പാർട്ട്നേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ ഒരു പാർട്ട്ണർ 1 ലക്ഷവും വേറൊരു പാർട്ട്ണർ 2 ലക്ഷവും മൂന്നാമത്തെ പാർട്ട്ണർ 3 ലക്ഷവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഡീഡിൽ പിന്നെ അവർക്ക് ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനൊക്കെ ബേസ് ചെയ്തുകൊണ്ടൊരു ഡിസിഷൻ എടുത്ത് എഴുതി വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ എഴുതി വെച്ചില്ല, ഡീഡിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നാച്ചുറലി കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കോടതി എന്താ പറയുക? എല്ലാ പാർട്ട്നേഴ്സിനോടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്ര എന്നത് പരിഗണിക്കുകയേ വേണ്ട, ഈക്വൽ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനാണ് എല്ലാവർക്കും അർഹത. അതായത് 1 ലക്ഷം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയ ആൾക്കും 3 ലക്ഷം കോൺട്രിബ്യൂഷൻ നടത്തിയ ആൾക്കും ഒരേ ലാഭമായിരിക്കും കിട്ടുക എന്ന് ചുരുക്കം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവരെ മൂലധനത്തിന് മുകളിൽ പലിശ കൊടുക്കാമോ എന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ്. നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കേണ്ടതില്ല? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ലെന്നാണ് ആക്ട് പറയുന്നത്. പക്ഷേ അതിന് മറിച്ചൊരു തീരുമാനം പാർട്ട്നേഴ്സിന് ചേർന്നെടുക്കുകയും ഡീഡിൽ അത് എഴുതുകയും ചെയ്യാം, അതിനൊന്നും വിരോധമില്ല. പക്ഷേ ഒരു ജനറൽ ഗൈഡ് ലൈൻ ആയിട്ട് ആക്ട് പറയുന്നത് ഈ രീതിയിലാണ്. എന്താ പറയുന്നത്? നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദി പാർട്ട്നേഴ്സ്. ഇഫ് ദ ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ആൻഡ് ഇഫ് ദർ ഇസ് ലോസ്, നോ ഇൻട്രസ്റ്റ് ക്യാൻ ബി അലൗഡ്. ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ എന്നും ലാഭമില്ല എങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല എന്നും ആണ് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടതില്ല. അത് കൊടുക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ കൊടുത്താൽ മതി? ലാഭമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ലാഭമില്ല എങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള അർഹത പാർട്ട്നേഴ്സിനില്ല എന്നാണ് അർത്ഥം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദി ഫേം, സ്ഥാപനത്തിന് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ലോൺ തന്നിട്ടുണ്ടെങ്കിൽ, സ്ഥാപനം ഭയങ്കര പ്രതിസന്ധിയിലാണ്, അപ്പം സ്ഥാപനത്തിന് ആദ്യം സമീപിക്കാൻ പറ്റുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പാർട്ട്ണറാണ്. ആ ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് സ്ഥാപനം. ആ സാഹചര്യത്തിൽ എന്താണ് പറയുന്നത്? പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ആൻ ഇൻട്രസ്റ്റ് അറ്റ് 6% per annum on loans advanced by the partners. It should be paid even if there is loss. ആ സാഹചര്യങ്ങളിൽ ലാഭമുണ്ടോ ലാഭമില്ലേ എന്നൊന്നും നോക്കേണ്ടത്. നഷ്ടമാണെങ്കിലും 6% ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പാർട്ട്ണർ ഒരു സ്ഥാപനത്തിന് കടം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ 6% ഇൻട്രസ്റ്റ് കിട്ടാൻ അയാൾക്ക് അർഹതയുണ്ട് എന്നാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ്, ഇനി എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ചില പാർട്ട്നേഴ്സിൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ചാർജ് ചെയ്യാൻ പറ്റും, സ്ഥാപനത്തിന് അവരുടെ അടുത്ത് നിന്ന് പലിശ വാങ്ങാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മുടെ പ്രൊവിഷൻ എന്താണ് പറയുന്നത്? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്താ പറയുന്നത്? നോ ഇൻട്രസ്റ്റ്. അവരുടെ അടുത്ത് പലിശ വാങ്ങാൻ പാടില്ല. അവർ വിഡ്രോ ചെയ്ത് അവരുടെ കാശാണ്, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ അടുത്ത് കാശ് വാങ്ങാൻ പാടില്ല എന്നാണ് ജനറൽ ഗൈഡ് ലൈൻ ആയിട്ട് പറയുന്നത്. ഈ പറയുന്ന കാര്യത്തിലൊക്കെ മറിച്ച് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദി പാർട്ട്നേഴ്സ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാമോ എന്നാണ് ചോദ്യം. റെമ്യൂണറേഷൻ ഒന്ന് സാലറി ആയിട്ടോ അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ ഒക്കെ കൊടുക്കാമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ജനറൽ ഗൈഡ് ലൈൻ ആയിട്ട് എന്താ പറയുന്നത്? നോ വൺ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് സാലറി ഓർ കമ്മീഷൻ. കിട്ടാൻ അർഹതയില്ല എന്നാണ് പറയുന്നത്. അതായത് ആക്ടിൽ ജനറലായിട്ട് പറയുന്നത് മറിച്ച് തീരുമാനം എടുക്കാം, ഒരു വിരോധവും ഇല്ല. അപ്പം ഡീഡിൽ ഇല്ല എങ്കിൽ ആക്ട് എന്ത് പറയുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so for the time being, goodbye.